Kindly subscribe this channel to enjoy more collection of moral stories. സമൃദ്ധമായ കാടുകളിൽ അർജുൻ എന്നു പേരുള്ള ഒരു മാൻ ജീവിച്ചിരുന്നു. തന്റെ മൂർച്ചയുള്ള ബുദ്ധികൊണ്ടും തന്ത്രശാലിയായ മനസ്സുകൊണ്ടും അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അവൻ പല ഋതുക്കളും വനങ്ങളിൽ അലഞ്ഞു നടന്നു. ഒരു ദിവസം തന്റെ അറിവ് തന്റെ കുട്ടിയായ ആരവിന് കൈമാറാൻ സമയമായി എന്ന് അർജുൻ തീരുമാനിച്ചു. കാട്ടിലെ അതിജീവനത്തിന് വേഗതയും ശക്തിയും മാത്രമല്ല ബുദ്ധിപരമായ ചിന്തയും ആവശ്യമാണെന്ന് അവനറിയാമായിരുന്നു. അങ്ങനെ ശ്രദ്ധേയമായ 5 സംഭവങ്ങളിലൂടെ താൻ പഠിച്ച പാഠങ്ങൾ ആരവുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി. അവർ ഒരു പുൽമേട്ടിൽ ശാന്തമായി മേഞ്ഞു നടക്കുമ്പോൾ ചീറ്റപ്പുലിയുടെ ഇടിമുഴക്കം അവർ കേട്ടു. കുറ്റിക്കാട്ടിൽ നിന്ന് ഉഗ്രനായ ഒരു ചീറ്റ പെട്ടെന്നു ചാടി അതിന്റെ കണ്ണുകൾ മാനിൽ പതിഞ്ഞു. അർജുൻ ആരവിനോട് മന്ത്രിച്ചു, "എന്റെ മകനെ, ശ്രദ്ധയോടെ കേൾക്കൂ. ചിലപ്പോൾ ഏറ്റവും വലിയ ആയുധം ശക്തിയല്ല, ബുദ്ധിയാണ്." പെട്ടെന്ന് ആലോചിച്ച് അർജുൻ ആരവിനെ ഒരു ഇടതൂർന്ന കുറ്റിക്കാട്ടിലേക്ക് നയിച്ചു. ചീറ്റ അവരെ പിന്തുടർന്നപ്പോൾ അർജുൻ കുറ്റിക്കാട്ടിലേക്ക് കുതിച്ചു. ആരവ് അടുത്തുനിന്നു. കട്ടിയുള്ള അടിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ ചീറ്റപ്പുലിക്ക് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. പെട്ടെന്നുള്ള അപ്രത്യക്ഷമായതോടെ ചീറ്റപ്പുലിയെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവർ കുറ്റിക്കാട്ടിൽ പാഞ്ഞുകയറി. അവർ മറഞ്ഞിരിക്കുമ്പോൾ അർജുൻ ബാമ്പിയോട് മന്ത്രിച്ചു, "ആപത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ പെട്ടെന്നുള്ള ചിന്ത നമ്മുടെ ഏറ്റവും വലിയ ആയുധമാകും. ഓർക്കുക ആരവ്," അർജുൻ പറഞ്ഞു, "നിങ്ങളുടെ ചുറ്റുപാടുകൾ അറിയുന്നതും അവയെ നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. അപകടസമയത്ത് ശാന്തമായിരിക്കുകയും വേഗത്തിൽ ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് അർജുൻ ബാമ്പിയോട് വിശദീകരിച്ചു. അവരുടെ ചുറ്റുപാടുകളെ അവരുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിലൂടെ അതിവേഗം വേട്ടയാടുന്നവരെപ്പോലും മറികടക്കാൻ അവർക്ക് കഴിയും." ഒരു ദിവസം അവർ ഭക്ഷണം തേടി പോകുമ്പോൾ ഒരു കൗശലക്കാരനായ കുറുക്കനെ കണ്ടുമുട്ടി. ആരവ് ജാഗ്രത പാലിക്കുക, അർജുൻ മുന്നറിയിപ്പ് നൽകി. ഭാവങ്ങൾ വഞ്ചനാപരമായേക്കാം, ചിലപ്പോൾ ഏറ്റവും വലിയ ഭീഷണികൾ സൗഹൃദത്തിന്റെ മറവിൽ വരുന്നു. സമൃദ്ധമായ ഭക്ഷണസ്ഥലം കാണിച്ചുതരാമെന്ന വാഗ്ദാനവുമായി കുറുക്കൻ തേൻ പുരണ്ട വാക്കുകളുമായി അവരെ സമീപിച്ചു. എന്നാൽ അപകടം മനസ്സിലാക്കിയ അർജുൻ കുറുക്കന്റെ വാഗ്ദാനം വിനയപൂർവ്വം നിരസിച്ചു. അവർ പോകാൻ തിരിഞ്ഞപ്പോൾ കുറുക്കൻ അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിപ്പെടുത്തി ആരവിന്റെ നേരെ കുതിച്ചു. മിന്നൽ റിഫ്ലെക്സുകളോടെ അർജുൻ തന്റെ കുഞ്ഞിൻ മുന്നിൽ ചാടി ആരവിനെ രക്ഷപ്പെടാൻ അനുവദിച്ചു. "ഓർക്കുക ആരവ്," അർജുൻ ശ്വാസം മുട്ടി, "നിങ്ങളുടെ സഹജാവബോധത്തെ വിശ്വസിക്കൂ. മുഖസ്തുതിയുടെ മുഖത്ത് പോലും നിങ്ങളുടെ കാവൽ നിൽക്കരുത്." ഒരു മഴയുള്ള ദിവസം വനനദി കരകവിഞ്ഞു. അതിന്റെ പ്രവാഹങ്ങൾ അതിവേഗവും അപകടകരവുമായി തീർന്നു. "ഇത് അനുരൂപീകരണത്തിന്റെ ഒരു പാഠമാണ്," അർജുൻ പറഞ്ഞു. "ജീവിതത്തിൽ മറികടക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടിവരും. എന്നാൽ സർഗാത്മകതയും സ്ഥിരോത്സാഹവും കൊണ്ട് നിങ്ങൾക്ക് ഒരു വഴി കണ്ടെത്താനാകും." വീണുകിടക്കുന്ന ശാഖകളിൽ നിന്നും ഇലകളിൽ നിന്നും അർജുൻ ഒരു താൽക്കാലിക ചങ്ങാടം ഉണ്ടാക്കി കലക്കവെള്ളത്തിലൂടെ കടക്കുമ്പോൾ അടുത്തു നിൽക്കാൻ ആരവിനോട് നിർദ്ദേശിച്ചു. നദി ഒഴുക്കിക്കളയാൻ ശ്രമിച്ചെങ്കിലും അവർ സുരക്ഷിതരായി എതിർകരയിലെത്തി. "ഓർക്കുക മകനെ," അർജുൻ പറഞ്ഞു, "ബോക്സിന് പുറത്ത് ചിന്തിക്കാനും റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലായ്പ്പോഴും ഒരു പരിഹാരമുണ്ട്." ഒരു നദിക്ക് സമീപം പര്യവേക്ഷണം നടത്തുന്നതിനിടയിൽ ഒരു മുതല ഉപരിതലത്തിനടിയിൽ പതിയിരിക്കുന്നതും കുതിക്കാൻ കാത്തിരിക്കുന്നതും അർജുൻ ശ്രദ്ധിച്ചു. അവൻ അതിവേഗം ഒരു പദ്ധതി തയ്യാറാക്കി അവർക്ക് സുരക്ഷിതമായി കടക്കാൻ കഴിയുന്ന ഒരു ആഴമില്ലാത്ത പ്രദേശത്തേക്ക് ബാമ്പിയെ കൊണ്ടുപോയി. "അഡാപ്റ്റബിലിറ്റിയാണ് ബാമ്പി," അർജുൻ പറഞ്ഞു. "നമ്മൾ വഴക്കമുള്ളവരായിരിക്കണം, നമ്മുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടണം." ഒരു നിലാവുള്ള രാത്രിയിൽ അവർ വിശന്നു വലഞ്ഞ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ ഇടറിവീണു. "ഇത്തരം പ്രതിബന്ധങ്ങൾക്കെതിരെ ശക്തി മാത്രം വിജയിക്കില്ല," ആരവ്, അർജുൻ മുന്നറിയിപ്പ് നൽകി. "എന്നാൽ ഐക്യത്തിനും തന്ത്രത്തിനും വേലിയേറ്റത്തെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയും." അർജുൻ ആരവിനെ ഒരു പാറക്കെട്ടിലേക്ക് നയിച്ചു. അവിടെ ചെന്നായ്ക്കൾക്കെതിരെ ഒരു നിലപാട് എടുക്കാൻ അവർക്ക് കഴിഞ്ഞു. കൂട്ടം അടഞ്ഞപ്പോൾ അർജുൻ അവരുടെ ചലങ്ങളെ ഏകോപിപ്പിച്ചു കണക്കുകൂട്ടിയ കുസൃതികളോടെ ചെന്നായ്ക്കളെ തിരികെ ഓടിച്ചു. "ഓർക്കുക ആരവ്," അർജുൻ പറഞ്ഞു, "പ്രതിസന്ധി സമയങ്ങളിൽ നിങ്ങളുടെ സഖ്യകക്ഷികളെ ആശ്രയിക്കുക, ഒരു പൊതു ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുക." അവരുടെ അവസാന പാഠത്തിൽ അർജുൻ അവരുടെ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടു. മാരകമായ വില്ലുകൊണ്ട് ആയുധം ധരിച്ച ഒരു വിദഗ്ധനായ വേട്ടക്കാരൻ. "ക്ഷമയും കൗശലവുമാണ് ഇനി ഞങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ആരവ്," അർജുൻ മന്ത്രിച്ചു. "ചിലപ്പോൾ നിങ്ങളുടെ ശത്രുവിനെ നേരിട്ട് അഭിമുഖീകരിക്കുകയല്ല,
മറിച്ച് അവരെ മറികടക്കുക എന്നതാണ് ഏറ്റവും നല്ല നടപടി. വേട്ടക്കാരനെ ഒരു കെണിയിൽ വീഴ്ത്താൻ അർജുൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അവന്റെ ഇന്ദ്രിയങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും അവനെ വഴിതെറ്റിക്കാനും വഞ്ചനകൾ ഉപയോഗിച്ചു. വേട്ടക്കാരൻ അവരുടെ കെണിയിൽ വീണപ്പോൾ അർജുനും ആരവും ആരും കാണാതെയും പരിക്കേൽക്കാതെയും തെന്നിമാറി. ഓർക്കുക മകനേ, അർജുൻ പറഞ്ഞു, ബുദ്ധിയുള്ള ചിന്തയുടെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും ശക്തിയെ ഒരിക്കലും കുറച്ചു കാണരുത്. അവരുടെ അവസാന പാഠത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ബാംബി തന്റെ പിതാവിനെ പുതിയ ആദരവോടും വിവേകത്തോടും കൂടി നോക്കി. ഓരോ സംഭവത്തിലും അതിജീവനത്തിന്റെയും വിവേകത്തിന്റെയും ധൈര്യത്തിന്റെയും വിലപ്പെട്ട പാഠങ്ങൾ ആരവ് തന്റെ പിതാവായ അർജുനിൽ നിന്ന് പഠിച്ചു. വിശാലവും അതിശയകരവുമായ വനത്തിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ആരവ് ബുദ്ധിമാനും വിഭവസമൃദ്ധവുമായ ഒരു മാനായി വളർന്നു, ഏത് വെല്ലുവിളികളും നേരിടാൻ തയ്യാറാണ്. അവരുടെ സാഹസങ്ങൾ പലതാണെങ്കിലും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അഭേദ്യമായി തുടർന്നു, കുടുംബത്തിന്റെ ശാശ്വത ശക്തിയുടെയും കാട്ടുമൃഗത്തിന്റെ ജ്ഞാനത്തിന്റെയും തെളിവാണ്.